ഒരു കഥ സൊല്ലട്ടാ സാർ. പണ്ടെന്ന് പറഞ്ഞാൽ അത്ര പണ്ടല്ല, ഏകദേശം 18-ാം നൂറ്റാണ്ട് കാലത്ത് ഇംഗ്ലണ്ടിലെ സാൻഡ്വിച്ച് പട്ടണത്തിലെ പ്രഭുവായിരുന്നു ജോൺ മൊണ്ടാഗു. അങ്ങേർക്ക് ചീട്ടുകളി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ചീട്ടുകളിക്കിടെ ഇടയ്ക്കിടയ്ക്ക് കളി നിർത്തി ഭക്ഷണം കഴിക്കാൻ പോകുന്ന പരിപാടി പുള്ളിക്ക് അത്ര പിടിച്ചില്ല. അങ്ങേര് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആലോചിച്ചൊരു വഴി കണ്ടെത്തി. 2 സ്ലൈസ് ബ്രെഡിൻ്റെ ഇടയ്ക്ക് ഒരു കഷ്ണം ഇറച്ചി വെച്ചാൽ ഒരു കൈ കൊണ്ട് ചീട്ടും കളിക്കാം, മറ്റേ കൈ കൊണ്ട് ഭക്ഷണവും കഴിക്കാം. അങ്ങേർക്ക് ഈ ഐഡിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉടനെ തന്നെ ജോലിക്കാരനോട് ഒരെണ്ണം ഉണ്ടായിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് ജോൺ മൊണ്ടാഗു സാൻഡ്വിച്ച് കണ്ടുപിടിച്ചെന്നാണ് കഥ. ഈ കഥയിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് സാൻഡ്വിച്ച് എന്നുള്ള പേരിട്ട് വിളിക്കാൻ തുടങ്ങിയത് ഏകദേശം ഈ കാലഘട്ടത്തിലാണ്. ഞാനിന്ന് സോസേജും മുട്ടയും ചീസും ചേർന്നൊരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു ടിപ്പിക്കൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ചാണ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇംഗ്ലീഷിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഞാൻ MBAക്ക് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ 2-3 കൂട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് പ്രതിജ്ഞയെടുക്കും. ഫ്രം ടുഡേ ഓൺവേർഡ്സ് വിൽ സ്പീക്ക് ഓൺലി ഇൻ ഇംഗ്ലീഷ്. പിന്നെ കുറച്ച് നേരത്തേക്ക് ആരും ഒന്നും മിണ്ടത്തില്ല. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പം ഏതെങ്കിലും ഒരാൾ നമുക്ക് നാളെ തൊട്ട് തുടങ്ങിയാൽ പോരെ എന്ന് പറയുമ്പോഴാണ് ശ്വാസം നേരെ വീണുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെ പാടില്ല ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നിങ്ങളൊരു മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഒരു സവോള എടുക്കുക. അതിനകത്തൊരു 1/4 ഭാഗം എടുത്തിട്ട് കൊത്തിയരിഞ്ഞ് അതും ബൗളിലേക്ക് ചേർക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഫില്ലിംഗ് ഏകദേശം 2 സാൻഡ്വിച്ചിനുള്ളതാണ്. അതിപ്പോൾ ബ്രെഡിൻ്റെ വലിപ്പവും അതിനകത്ത് ഫില്ലിംഗ് എന്തോരം വെക്കുന്നതനുസരിച്ച് വ്യത്യാസം വരട്ടോ. ഇനി ഒരു സോസേജ് എടുത്ത് കൊത്തിയരിയുക. ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സോസേജ് എന്ന് പറഞ്ഞാൽ ചിക്കൻ കോക്ടെയിൽ സോസേജാണ്. നിങ്ങൾക്ക് ബീഫിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ പോർക്കിൻ്റെയോ ഏത് സോസേജ് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ മുട്ട, ചീസ്, പിന്നെ ഏതെങ്കിലും ഒരു പ്രോസസ് മീറ്റ്, അതായത് ഇപ്പോൾ സോസേജ് ആകാം, അല്ലെങ്കിൽ ബേക്കൺ ആകാം, സ്പാം ആകാം, അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം കൂടെ ഉണ്ടായിരിക്കണം. ഞാനിപ്പം സോസേജ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ അത് ഉപയോഗിക്കാം. അടുത്തായിട്ട് ഒരു കഷ്ണം ചീസ് എടുക്കുക, എന്നിട്ട് അതൊന്ന് കൊത്തിയരിയുക. ഞാൻ എടുത്തിരിക്കുന്ന മൊസറല്ല ചീസാണ്. സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ പ്രോസസ് ചീസോ അല്ലെങ്കിൽ ചെഡാർ ചീസോ എന്തെടുത്താലും കുഴപ്പമില്ല. മൊസറല്ല ചീസാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് ഞാനത് എടുത്തുവെന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് ഗ്രേറ്റ് ചെയ്തിട്ട് വിടാം. പക്ഷേ മൊസറല്ല ചീസ് ആണെങ്കിൽ അത് അരിഞ്ഞിട്ടാലും ചെറിയ ചൂട് തട്ടിയാൽ മതി, അത് അലിഞ്ഞു പോകും. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചീസ് അരിഞ്ഞതിന് ശേഷം അത് മാറ്റി വയ്ക്കുക, കാരണം നമുക്ക് മുട്ട ചിക്കിപ്പൊരിച്ചതിന് ശേഷം അത് ഫില്ലിങ്ങിലേക്കാണ് അത് ആഡ് ചെയ്യേണ്ടത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. സോസേജിനും ചീസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുക. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കുക. ഒരു പാൻ ചൂടാക്കി കുറച്ച് ബട്ടർ ചേർക്കുക. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് ഇട്ട് നന്നായിട്ട് വഴറ്റുക. സോസിലൊന്നും മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിക്കുക. സാധാരണ മുട്ട ചിക്കി പൊരിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഈ പുറം രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എടുക്കുവാണെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ് എന്ന് പറയുമ്പോൾ ചെറു ചൂടിൽ ഒരു 1/4 വേവിലാണ് എടുക്കുന്നത്. ഒരിക്കലും നമ്മൾ ചിക്കി പൊരിക്കുന്ന പോലെ നല്ല വേവിൽ എടുക്കത്തില്ല. നിങ്ങളുടെ പ്രിഫറൻസ് എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ വീട്ടിൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് മുട്ട വെന്തില്ലെങ്കിൽ എന്നെ ഓടിച്ചിട്ടടിക്കും. അതായത് ഞാൻ മുഴുവൻ വേവിലെടുക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീസിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ എടുത്ത് ചേർക്കുക. ചീസൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി മയണീസ് ആഡ് ചെയ്യുക. ഞാൻ എടുത്തിരിക്കുന്നത് വീട്ടിലുണ്ടാക്കിയ ഗാർലിക് മയണീസാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 സാൻഡ്വിച്ചിനുള്ള ഫില്ലിംഗ് ആണിത്. അത് ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകട്ടോ. ഇനി 2 സ്ലൈസ് ബ്രെഡ് എടുക്കുക, അതിലേക്ക് ഫില്ലിങ് വയ്ക്കുക. സാധാരണ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് എന്ന് പറയുമ്പം ഇംഗ്ലീഷ് മഫിനോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡോ ആണ് ഉപയോഗിക്കുന്നത്. ഈ മഫിനും ബിസ്ക്കറ്റൊക്കെ നമ്മളിവിടെ കാണുന്ന പോലത്തെ സംഭവമല്ല.
ഒരു ബണ്ണ് പോലെ ഇരിക്കും. നിങ്ങൾക്കിപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡോ അല്ലെങ്കിൽ സ്ലൈസ് ഇത്തിരി കട്ടിയുള്ള ബ്രെഡ് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ഗ്രിൽഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കരുത്. 1-2 ദിവസം പഴയ ബ്രെഡ് വേണം എടുക്കാൻ. കാരണം ഗ്രില്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും, അതേപോലെ മുറിക്കുമ്പോൾ പൊടിയത്തുമില്ല. ഇനി രണ്ടാമത്തെ സ്ലൈസ് കൊണ്ട് അടച്ചിട്ട് മുകൾ വശത്ത് ബട്ടർ തേക്കുക. സാൻഡ്വിച്ചിൻ്റെ ബട്ടർ തേച്ച വശം താഴെ വരുന്ന രീതിയിൽ മറിച്ചിടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ തേക്കണം. ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ചൂട് കട്ടിയുള്ള ഇരുമ്പിൻ്റെ ചട്ടിയാണ് നല്ലത്. ഒരു ദോശക്കല്ലായാലും മതി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. സാൻഡ്വിച്ച് നന്നായിട്ട് മുരിയാൻ വേണ്ടി ചട്ടുകം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അമർത്തി കൊടുക്കണം. സാൻഡ്വിച്ച് ഇടുന്നത് വരെ തീ കൂട്ടിയിടുക. സാൻഡ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ തീ കുറച്ചിടുക. എന്നിട്ട് 2 സൈഡും ബ്രൗൺ ആകുന്നവരെ തിരിച്ച് മറിച്ചിട്ട് മൊരിച്ചെടുക്കുക. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചാണ്. പേര് ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് എന്നൊക്കെ ആണെങ്കിലും ഏത് നേരം വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് കമൻസിൽ അഭിപ്രായം ഒന്ന് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.